മരണം അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ എൻ്റെ മരണസമയത്ത് ഞാൻ ഒട്ടും അസ്വസ്ഥനാവില്ല. ദ്രവിച്ചു പോകുന്ന എൻ്റെ ശരീരത്തെ ഞാൻ ഒട്ടും പരിഗണിക്കുകയേയില്ല. മരണശേഷം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ സഹോദരങ്ങൾ ചെയ്യും. ഞാൻ ധരിച്ച എൻ്റെ വസ്ത്രങ്ങൾ അവർ അഴിച്ചു മാറ്റും. എന്നിട്ടവർ യക്സുലൂനനി, അവരെന്നെ കുളിപ്പിക്കും. വയക്ഫിനൂനനി, പിന്നീട് അവരെന്നെ കഫൻ ചെയ്യും. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് അവരെന്നെ പുറത്തേക്കെടുക്കും. പിന്നീട് എൻ്റെ പുതിയ താമസ സ്ഥലത്തേക്ക്, എൻ്റെ ഖബറിലേക്ക് അവരെന്നെ കൊണ്ടുപോകും. എനിക്കറിയാം, എൻ്റെ ജനാസയെ അനുഗമിക്കാൻ ധാരാളം ആളുകൾ വരും. അവരിൽ പലരും അവരുടെ ജോലികളും ഉത്തരവാദിത്തങ്ങളും എൻ്റെ അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും. അവരിൽ പലരും ഒരിക്കൽ പോലും എൻ്റെ നന്മയെക്കുറിച്ച് ആലോചിച്ചവരായിരിക്കില്ല. മരണത്തോടെ എൻ്റെ എല്ലാ വസ്തുവകകളിൽ നിന്നും ഞാൻ സ്വതന്ത്രനാവും. മിഫാത്തിഹി, എൻ്റെ ചാവിക്കൂട്ടങ്ങൾ, കുത്തുബി, എൻ്റെ ഗ്രന്ഥങ്ങൾ, അതുപോലെ എൻ്റെ ബാഗ്, എൻ്റെ ചെരുപ്പുകൾ, എൻ്റെ വസ്ത്രങ്ങൾ, അങ്ങനെ എല്ലാം വിട്ടേച്ച് ഞാൻ പോകും. എൻ്റെ കുടുംബം നല്ലവരെങ്കിൽ എൻ്റെ ഇപ്പറഞ്ഞ വസ്തുക്കൾ എൻ്റെ പരലോക ഗുണത്തിനായി അവർ ദാനം ചെയ്തേക്കാം. ഈ ലോകം എന്നെക്കുറിച്ചോർത്ത് ദുഃഖിക്കില്ലെന്ന് നിങ്ങൾ ഉറപ്പിച്ചോളൂ. ലോകത്തിലെ ഒരു ചലനവും നിലക്കുകയുമില്ല. സാമ്പത്തിക സ്ഥിതി നിലവിലുള്ളതുപോലെ തന്നെ തുടരും. എൻ്റെ ജോലി, ഞാൻ ചെയ്തിരുന്ന എൻ്റെ ജോലി ഏറ്റെടുക്കാൻ മറ്റാരെങ്കിലും വരും. എൻ്റെ സ്വത്തുക്കൾ നിയമാനുസൃതം എൻ്റെ അനന്തരാവകാശികളുടേതാകും. അതേസമയം ആ സ്വത്തിന്റെ പേരിൽ വിചാരണ ചെയ്യപ്പെടുന്നത് ഞാനും. വലുതിനും ചെറുതിനും പരമാണുവിനുമെല്ലാം ഞാൻ വിചാരണ ചെയ്യപ്പെടും. മരണശേഷം എനിക്കാദ്യം നഷ്ടമാകുന്നത് എൻ്റെ പേരാണ്. അങ്ങനെ മരണപ്പെട്ടാൽ ഉടൻ അവർ മൃതദേഹം എവിടെ എന്നാണ് എന്നെ കുറിച്ച് ചോദിക്കുക. വലൻ യുനാദൂനി ബിസ്മി, എൻ്റെ പേരവർ വിളിക്കുകയേയില്ല. എൻ്റെ മേൽ നമസ്കാരത്തിന് സമയമാകുമ്പോൾ ജനാസ എടുക്കൂ എന്നാണ് അവർ പറയുക. പേര് വിളിക്കുകയേയില്ല. മറമാടി തുടങ്ങുമ്പോഴും മയ്യത്ത് ഇറക്കി വെക്കൂ എന്നേ പറയൂ, പേര് പറയുകയില്ല. ഇതെല്ലാം എനിക്ക് നന്നായി അറിയുന്നതിനാൽ എന്റെ തറവാടിനാലോ ഗോത്രമഹിമയാലോ ഞാൻ ഒരിക്കലും വഞ്ചിതനാവില്ല. എന്റെ സ്ഥാനമോ പ്രശസ്തിയോ എന്നെ വഞ്ചിക്കുകയുമില്ല. നാം കടന്നു ചെല്ലാനിരിക്കുന്ന ലോകം എത്ര ഭയാനകമാണ് എന്നോർക്കുമ്പോഴാണ് ഈ ദുനിയാവ് എത്ര നിസ്സാരമാണെന്ന് മനസ്സിലാവുക. ഇന്ന് ജീവനോടെയുള്ളവരെ നമ്മുടെ പേരിൽ ഇവിടെ 3 തരം സങ്കടക്കാരുണ്ടാവുമെന്ന് നീ മനസ്സിലാക്കണം. അതിലൊന്ന്, താങ്കളെ അടുത്തറിയുന്നവർ മാത്രം. അവർ മാത്രം പാവം എന്ന് സാധിക്കും. രണ്ടാമത്, നിന്റെ കൂട്ടുകാർ. ഒരു പക്ഷേ മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ ദുഃഖിക്കും. പിന്നീട് അവരുടെ സംസാരങ്ങളും ചിരിതമാശകളും അവർ തുടരും. പിന്നെ വീട്ടിലെ അഗാധമായ ദുഃഖം. سيحزن أهلك أسبوعا أو أسبوعين شهرا أو شهرين أو حتى سنة. കുടുംബക്കാർ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച, 1-2 മാസം അല്ലെങ്കിൽ 1 വർഷക്കാലം ദുഃഖിക്കുമായിരിക്കും. ശേഷം അവരും താങ്കളെ ഓർമ്മകളുടെ അറകളിൽ കുടിയിരുത്തും. ആളുകൾക്കിടയിൽ താങ്കളുടെ കഥ അവസാനിച്ചു. പരലോകമെന്ന യഥാർത്ഥ കഥ ഇവിടെ തുടങ്ങുകയായി. താങ്കളുടെ സൗന്ദര്യം എന്നേക്കുമായി ഇല്ലാതായി. വൽമാല്, സമ്പത്ത് നഷ്ടമായി. വസ്സഹ, ആരോഗ്യം നഷ്ടമായി. മക്കൾ നഷ്ടമായി. വീടും കൊട്ടാരങ്ങളും താങ്കൾ ഇട്ടേച്ചു പോന്നു. താങ്കളുടെ ഭാര്യയും എല്ലാം നഷ്ടമായി. വലം യബ്ഖി മഅക ഇല്ലാ അംലക്, താങ്കളുടെ കർമ്മങ്ങൾ മാത്രമാണ് കൂടെയുള്ളത്. വബദഅത്തുൽ ഹയാത്തുൽ ഹഖീഖിയ്യ,
താങ്കൾ യഥാർത്ഥ ജീവിതം ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് ചോദ്യം കടന്നു വരുന്നത്. മാദാ അഅദത ലിഖബ്റക വആഖിറതക മിനൽ ആൻ. താങ്കളുടെ ഖബറിന് വേണ്ടിയും പരലോകത്തിന് വേണ്ടിയും താങ്കൾ എന്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്? ഏറെ ചിന്തിക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതിനാൽ ഇക്കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുക. അൽ ഫറാഇദ്, നിർബന്ധ ഫർദ് നമസ്കാരങ്ങൾ, ആരാധനകൾ, അതുപോലെ സുന്നത്തായ കർമ്മങ്ങൾ, രഹസ്യമായി ചെയ്യുന്ന ദാനങ്ങൾ, അമലുസ് സാലിഹ്, സൽക്കർമ്മങ്ങൾ, അതുപോലെ സ്വലാത്തുൽ ലൈൽ, രാത്രി നമസ്കാരം, അങ്ങനെ താങ്കൾ രക്ഷപ്പെട്ടേക്കാം. ഈ വിഷയം ഓർമ്മപ്പെടുത്താൻ ജീവിച്ചിരിക്കെ താങ്കൾ ആളുകളെ സഹായിച്ചാൽ മാത്രം. അള്ളാഹുവിന്റെ സഹായത്താൽ അതിന്റെ പ്രതിഫലം താങ്കളുടെ മീസാനിൽ നാളെ ലഭിച്ചിരിക്കും. വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. താങ്കൾ ഉത്ബോധനം നിർവഹിക്കണം. നിശ്ചയം സത്യവിശ്വാസികൾക്കത് ഫലപ്രദമാകും. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസദ്ദഖ വഅകും മിനസ് സാലിഹീൻ. അതാ കുറഞ്ഞ ഒരു അവധി എനിക്ക് നീ നീട്ടിത്തരണേ, അങ്ങനെയെങ്കിൽ ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലിമാദാ യഖ്താറുൽ മയ്യത്ത് അസ്സദഖ ലൗ റജഅ ലിദ്ദുനിയ. ഭൂമിയിലേക്ക് മടങ്ങാൻ അവസരം തന്നാൽ സദഖ ചെയ്യാമെന്ന് മരണാസന്നനായ അയാൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഉംറ ചെയ്യാമെന്നോ നമസ്കരിക്കാമെന്നോ നോമ്പെടുക്കാമെന്നോ പറഞ്ഞില്ല, സദഖ ചെയ്യാമെന്ന് പറഞ്ഞത്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്, മരണശേഷം സദഖക്ക് അവൻ കണ്ട അതിമഹത്തരമായ പ്രതിഫലമാണ് അദ്ദേഹം സദഖയെ മാത്രം പറയാൻ കാരണം. അതിനാൽ ഫക്സറു മിനൽ സദഖ, ധാരാളമായി സദഖ ചെയ്യുക. എല്ലാ രസച്ചരടുകളും പൊട്ടിക്കുന്ന മരണവും മണ്ണിനടിയിലെ ദീർഘകാല ജീവിതവും അതിവേഗം നമ്മിലേക്ക് എത്തുക തന്നെ ചെയ്യുമെന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ബാക്കിയാകുന്നത് പിന്നെ കർമ്മങ്ങൾ മാത്രമാണ്. അന്ന് മറ്റൊരാളെ പഴിച്ച് രക്ഷപ്പെടാൻ നമുക്കാവില്ല. നഷ്ടമായ നിമിഷങ്ങളുടെ വേദന എത്ര കഠിനമായിരിക്കും എന്ന് ഊഹിക്കാൻ പോലും ആവുന്നില്ല. അതിനാൽ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. മരണത്തോടെ നിന്റെ നാവുകൾ ബന്ധിക്കപ്പെടും. അതിനു മുമ്പായി നീ പ്രതീക്ഷയോടെ പശ്ചാത്തപിക്കുക. തീർച്ചയായും അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. കുവൈത്തി എഴുത്തുകാരൻ അബ്ദുല്ല അൽ ജാറുള്ളയുടെ ഈ ലേഖനം ഏറെ പ്രസക്തമാണെന്ന് തോന്നിയതിനാൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. For more updates from Mithal Media, please subscribe to this channel and press the bell icon. Jazakumullahu khairan.